2024-25 ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരമായ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ മത്സരത്തിൽ സമനിലക്കുരുക്ക്. സീരിയയിലെ വമ്പന്മാരായ ഇന്റർ മിലാനും ലാലിഗയിലെ വമ്പന്മാരായ ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം 3-3 എന്ന സ്കോറിലാണ് സമനില പിരിഞ്ഞത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ 36ാമത്തെ സെക്കൻഡിൽ തുറാമിലൂടെ ഇന്റർ മിലാൻ ആദ്യ ഗോൾ കണ്ടെത്തി. ഒരു ബാക്ക് ഹീൽ കിക്കിലൂടെ ബാഴ്സലോണ ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെയാണ് ഇന്റർ മിലാൻ്റെ തുറാം ഇന്റർ മിലാന് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ ആദ്യ പകുതി പുരോഗമിക്കുമ്പോൾ ഡംഫ്രീസിലൂടെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തി ഇന്റർ മിലാൻ ആദ്യ പകുതിയിൽ തന്നെ 2-0 ലീഡെടുത്തു. 21ാമത്തെ മിനിറ്റിലായിരുന്നു ഡംഫ്രീസിലൂടെ ഇന്റർ മിലാൻ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയത്. രണ്ടാമത്തെ ഗോൾ വഴങ്ങിയതിനു ശേഷം മിനിറ്റുകൾക്കകം 24ാമത്തെ മിനിറ്റിൽ സൂപ്പർ താരം ലാമിനെ യമാലിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് ബാഴ്സലോണ ഒരു ഗോൾ തിരിച്ചടിച്ചു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ 2-1 ഇന്റർ മിലാൻ മുന്നിൽ. മത്സരം മുന്നോട്ട് പോകെ ആദ്യ പകുതിയുടെ 38ാമത്തെ മിനിറ്റിൽ റഫീനയുടെ അസിസ്റ്റിൽ നിന്ന് ഫെറാൻ ടോറസ് ഒരു ഗോൾ കൂടി കണ്ടെത്തിയതോടുകൂടി 2-2 സമനിലയായി ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ മത്സരം. മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ 2-2 സമനില. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചപ്പോൾ നിരവധി അവസരങ്ങളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ 64ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്കിൽ തലവെച്ചുകൊണ്ട് ഡംഫ്രീസ് തൻ്റെ രണ്ടാമത്തെ ഗോളും ഇന്റർ മിലാൻ്റെ മൂന്നാമത്തെ ഗോളും കണ്ടെത്തി. 64ാമത്തെ മിനിറ്റിൽ ഇന്റർ മിലാൻ 3 ബാഴ്സലോണ 2. പക്ഷേ ആ ഗോളിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 64ാമത്തെ മിനിറ്റിൽ ഇന്റർ മിലാൻ തങ്ങളുടെ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തിയപ്പോൾ 65ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ തങ്ങളുടെ മൂന്നാമത്തെ ഗോളും കണ്ടെത്തി. റഫീനയുടെ ഒരു ലോങ് റേഞ്ചിൽ നിന്നായിരുന്നു ബാഴ്സലോണ തങ്ങളുടെ സമനില ഗോൾ കണ്ടെത്തിയത്. പക്ഷേ ആ ലോങ് റേഞ്ചർ ഒരു ഓൺ ഗോളായി വിധിക്കുകയായിരുന്നു. സോമർ എന്ന താരത്തിൻ്റെ ദേഹത്ത് തട്ടിയതുകൊണ്ട് അത് ഓൺ ഗോളായി മാറുകയായിരുന്നു. പിന്നീടുള്ള ഓരോ നിമിഷവും ഇരു ടീമുകളും ആക്രമിച്ചു തന്നെയാണ് കളിച്ചത്. ഇന്റർ മിലാൻ 4ാമത്തെ ഗോൾ കണ്ടെത്തിയതായിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. പിന്നീടുള്ള നിമിഷങ്ങളിൽ ലാമിനെ യമാലിലൂടെയും റഫീനയിലൂടെയും മികച്ച 2 അവസരങ്ങൾ തുറന്നെടുക്കാൻ ബാഴ്സലോണയ്ക്കായി. റഫീനയുടെ ഷോട്ട് ഗോളി തടുത്തപ്പോൾ ലാമിനെ യമാലിൻ്റെ ഷോട്ടിന് ക്രോസ് ബാർ തിരിച്ചടിയായി. മത്സരത്തിൻ്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 3-3 സമനിലയിൽ മത്സരം അവസാനിച്ചു.